ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് ചൊല്ല്. എന്നാൽ പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുമിച്ചാക്കി ബ്രഞ്ചായിട്ടായിരിക്കും നമ്മൾ കഴിക്കാറ്. ഒരു ദിവസത്തെ മുഴുവൻ എനർജിക്കും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഇനി അത് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾ ഓഫീസിൽ പോകാൻ റെഡി ആകുമ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ടാവും. എങ്ങനെയാണെന്നല്ലേ? ദാ നോക്കിക്കോ. ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ പൊട്ടുകടല, ഇനി കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിളക്കി കറിവേപ്പില ദാ ഇതേപോലെ ഒന്ന് പൊടിഞ്ഞു വരുന്ന പാകത്തിൽ ഇതിലേക്ക് ഇനി കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഇന്ന നട്ട്സ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കടലയും കൂടെ ഇട്ട് കൊടുത്തിളക്കി ഇതിലേക്ക് ഇനി 1 കപ്പ് റവയും ചേർത്ത് കൊടുത്ത ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തിളക്കി ഈ റവയൊന്ന് ചൂടായി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കാം. ഇതിനി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ ഇരിക്കും. ഇനിയിപ്പോൾ എന്താ, നിങ്ങൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതിൽ നിന്നൊരു 1 ഗ്ലാസ് എടുത്ത് നിങ്ങളുടെ ടിഫിൻ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുക. റവ എടുത്ത സെയിം ഗ്ലാസിൻ്റെ അളവിന് ഒരു 1.25 ഗ്ലാസ് നല്ല ചൂട് വെള്ളവും കൂടി റവ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി നന്നായി ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചാൽ മതി. നിങ്ങൾ കുളിച്ചൊരുങ്ങി റെഡിയായി വരുമ്പോഴേക്കും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എപ്പടി ട്രൈ ചെയ്ത് നോക്കല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.